മണിച്ചേട്ടൻ്റെ ഈ പ്രതിമ 7 അടിയോളം ഉയരമുണ്ട്. മണിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം രാമകൃഷ്ണൻ തന്നെ വിളിച്ചിട്ടാണ് ഇതിനൊരു പ്രതിമ ചെയ്യുന്ന കാര്യം പറയുന്നത്. ഒരുപാട് വർഷത്തെ മണിച്ചേട്ടനായിട്ടുള്ളൊരു സുഹൃബന്ധവും സഹോദര ബന്ധമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഞാൻ ഇത് എൻ്റെ ഒരു സമർപ്പണമായിട്ട് ഞാൻ ചെയ്തോട്ടെന്ന് രാമകൃഷ്ണനോട് ഞാൻ ചോദിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെയാണ് ഈ ആണ്ട് വരുന്ന ദിവസം അത് ഇവിടെ സ്ഥാപിക്കാമെന്നുള്ളൊരു തീരുമാനമായത്. മുമ്പ് ഞാൻ കിങ് കോങ് എന്നൊരു വലിയ ശില്പം ഉണ്ടാക്കിയിരുന്നു. കിങ് കോങ് എൻ്റെ ചലിക്കുന്ന ഭീമാകാര ശില്പങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ മണിച്ചേട്ടൻ്റെ ഒരു ശില്പം, ചെണ്ട കൊട്ടുന്ന ഒരു മണിച്ചേട്ടൻ്റെ ശില്പം ഞാൻ ഉണ്ടാക്കിയിരുന്നു. അന്ന് മണിച്ചേട്ടൻ്റെ ആ ശില്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണിച്ചേട്ടൻ്റെ മുഖത്തു നിന്ന് തന്നെ ഒരു ഡൈ എടുത്തിട്ടാണ് അത് ചെയ്തത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് അദ്ദേഹം വളരെയധികം എനിക്ക് വേണ്ടി സഹകരിച്ചു. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഡൈ എടുത്തിട്ടാണ് ഞാൻ ആ ശില്പം അന്നുണ്ടാക്കിയത്, ചെണ്ട കൊട്ടുന്ന രീതിയിലുള്ള ശില്പം. അപ്പോൾ ആ ഒരു ഡൈ എനിക്ക് ഈ ഒരു പ്രതിമ ചെയ്യാൻ വേണ്ടി വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഡൈ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ഈ ശില്പവും ചെയ്തത്. ഏതാണ്ട് ഒരു 7 അടിയോളം ഉയരത്തിലാണ്. അതൊരു 12 ദിവസത്തോളം ഇതിനു വേണ്ടി സമയം ചെലവഴിച്ചിരുന്നു. പിന്നെ കൂടാതെ തന്നെ ഇവിടുത്തെ നാട്ടിലെ ഒരുപാട് ഓണം ആയാലും ക്രിസ്തുമസ് ആയാലും അല്ലെങ്കിൽ അയ്യപ്പമ്പളൊക്കെ ആയാൽ പോലും അദ്ദേഹം സംഘടിപ്പിക്കുന്ന കുറേ പരിപാടികൾക്ക് എൻ്റെ സൃഷ്ടികൾ കുറേ അദ്ദേഹം കൊണ്ടുവയ്ക്കാൻ സഹകരിപ്പിക്കാറുണ്ടായിരുന്നു. എൻ്റെ സൃഷ്ടികളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മണിച്ചേട്ടനായിട്ട് ഒരു 22 വർഷത്തെ ഒരു കണക്ഷൻ, ഒരു പരിചയം എനിക്കുണ്ട്. എൻ്റെ നാട്ടിലെ കൊടുങ്ങല്ലൂരിലുള്ള എൻ്റെ നാട്ടിലും അദ്ദേഹം പ്രോഗ്രാമുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് മണിച്ചേട്ടനുമായിട്ട് പല വർക്കുകളിൽ സഹകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം പോലീസിന്റെ അന്വേഷണം പ്രതീക്ഷിച്ചുകൊണ്ടുമാണ്. ഇനി ഞങ്ങളുടെ ആവശ്യം ഉണ്ടാകുന്നത് ഈ 5 പേർക്കെതിരെ അവിടെ പറഞ്ഞിട്ടുള്ള ആദ്യം നമുക്ക് നീതി ഇതുവരെ ലഭിച്ചില്ല. പോലീസിന്റെ വെറുതെ തള്ളിക്കളയുന്ന മുങ്ങിയിട്ടു കല്ലുമെടുക്കണം